أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله سبحانه وتعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ കൽപ്പനകളെ മുറുകെ പിടിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ദ്രുതഗതിയിലുള്ള ഈ പ്രയാണത്തിൽ ഇടയ്ക്ക് എവിടെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു താൽക്കാലിക വിശ്രമം പോലെയാണ് പരിശുദ്ധ റമദാൻ. തിരക്കിനിടയിൽ ഇരുന്ന് ആലോചിക്കാനും വന്നുപോയതിനെ കുറിച്ചിട്ട് പശ്ചാത്തപിക്കാനും വരുന്ന കാലത്തേക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്താനുമൊക്കെ മനുഷ്യനെ സഹായിക്കുന്ന ഒരവസരമാണ് പരിശുദ്ധ റമദാൻ. റമദാനിന്റെ പവിത്രമായ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചു. അതിൻ്റെ മഹത്വങ്ങളും പുണ്യങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ട് കരസ്ഥമാക്കാനും കൂടി നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഭാഗ്യവാന്മാരാകുന്നത്. റമദാൻ വരിക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അനുഗ്രഹങ്ങൾ അവതരിക്കുക എന്ന് പറഞ്ഞാൽ, അത് പൊതുവായി ഭൂമിയിൽ അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടി നൽകുന്ന ഒരു ഔദാര്യമാണ്. പക്ഷെ അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് എത്ര കിട്ടി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആദ്യത്തെ 10 ദിവസങ്ങൾ ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഓരോ നാളുകളും വളരെ വിലപ്പെട്ടതാണ്. ഈ 10 ദിവസത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും അവന്റെ വിടുതലിൽ നിന്നും പൊറുക്കലിൽ നിന്നുമൊക്കെ നമ്മൾ എത്രത്തോളം കരസ്ഥമാക്കിയെന്ന് നമ്മളെ കുറിച്ചിട്ട് ആലോചിക്കണം. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വന്നുപോയ അബദ്ധങ്ങളെ കുറിച്ചിട്ടും തെറ്റുകുറ്റങ്ങളെ കുറിച്ചിട്ടും എത്രത്തോളം ഇരുന്ന് ചിന്തിക്കുവാനും ഖേദം പ്രകടിപ്പിക്കുവാനും പശ്ചാത്തപിച്ച് മടങ്ങുവാനും ഒക്കെ നമുക്ക് സാധിച്ചു എന്ന് നമ്മൾ ആലോചിക്കണം. ആദ്യത്തെ 10 ദിവസത്തെ കുറിച്ചിട്ട് പൊതുവെ നമ്മളൊക്കെ പണ്ടേ കേട്ടുവരുന്നത് റഹ്മത്തിന്റെ 10 ദിവസമാണ്, കാരുണ്യത്തിന്റെ 10 ദിവസമാണ് എന്നാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ നടന്ന് തളർന്ന് കടുപ്പപ്പെട്ട വെയിലിൽ ക്ഷീണം ബാധിച്ച് ഒന്നിരുന്നാ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നു, അല്പം തണുത്ത വെള്ളം കുടിച്ചാൽ കൊള്ളാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ സമയത്ത് ആരെങ്കിലും ഒരാൾ അറിഞ്ഞുകൊണ്ട് അയാളെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നു എന്ന് വിചാരിക്കുക, തണലിലേക്ക് വിളിക്കുന്നു എന്ന് വിചാരിക്കുക, അയാൾക്ക് ഇരിക്കാൻ ഒരിടം കൊടുക്കുന്നു, കുടിക്കാൻ തണുത്ത വെള്ളം കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ഇത് ആ സമയത്ത് അയാളോട് ചെയ്യുന്ന കാരുണ്യമാണ്, റഹ്മത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് ചെറുപ്പത്തിലെ നമ്മൾ കേൾക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഒരു വൃദ്ധയായ സ്ത്രീ തന്നെ കൊണ്ട് തലയിൽ പൊന്തിക്കാൻ കഴിയാത്ത അത്ര വലിയ ഭാരമുള്ള ഒരു കെട്ടും വെച്ച് മക്കയിലെ മരുഭൂമിയെ താണ്ടി നടക്കുകയാണ്. വൃദ്ധയായ സ്ത്രീയാണ്, ബലഹീനയാണ്, തൻ്റെ തലയിൽ വെക്കാൻ കഴിയാത്ത അത്ര ഒരു വലിയ കെട്ടാണ് തലയിൽ വെച്ച് നടക്കുന്നത്. അങ്ങനെ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഇത് കണ്ടിട്ട് ആ വൃദ്ധയോട് കാരുണ്യം തോന്നുന്നു, കരുണ തോന്നുന്നു, റഹ്മത്ത് തോന്നുന്നു. ചെറുപ്പക്കാരൻ ആരോഗ്യവാനാണ്. ചെറുപ്പക്കാരന് ഈ വൃദ്ധയെ അപേക്ഷിച്ചിട്ട് ഈ കെട്ട് കൊണ്ടു നടക്കാനുള്ള താക്കത്തുണ്ട്, ആരോഗ്യമുണ്ട്. ആ സ്ത്രീ ചെറുപ്പക്കാരനോട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും കാരുണ്യത്തിന്റെ പേരിൽ ആ വൃദ്ധയെ സമീപിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു: മാമ, കെട്ടും പൊന്തിച്ച് നടക്കാൻ പ്രയാസമുണ്ടല്ലേ, ഞാൻ സഹായിക്കട്ടെ, ഞാൻ പിടിക്കട്ടെ, ഞാൻ എടുത്തോട്ടെ. അവർക്ക് ഭയങ്കര ആശ്വാസമായി, ഭയങ്കര സമാധാനമായി. ഇതിനാണ് കാരുണ്യം എന്ന് പറയുന്നത്. അവർക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ചുമട് തലയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ക്ഷീണിതയായ ആ സ്ത്രീയുടെ അവസ്ഥ കണ്ടു മനസ്സിലാക്കിയിട്ട് ആവശ്യപ്പെടാതെ തന്നെ അരികിൽ ചെന്ന്
ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാമ ഞാനത് എടുത്തോട്ടെ എന്ന് ചോദിക്കുക. ഭയങ്കര സന്തോഷത്തോടു കൂടി ആ സ്ത്രീ അത് ആ ചെറുപ്പക്കാരന് കൈമാറും. ചെറുപ്പക്കാരൻ അതെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഉമ്മാമ പറയുന്നിടത്തേക്ക് നടന്ന് കുറെ ദൂരം പോയി മക്കയുടെ അതിർത്തി എത്തിയപ്പോൾ എന്നപ്പന്റെ മോൻ ഇവിടെ ഇറക്കി വെച്ചെന്ന് പറയുന്നത് പ്രകാരം അവിടെ ഇറക്കി വെച്ചു. ഉമ്മാമക്ക് ഭയങ്കര സ്നേഹമായി. എന്താ കാരണം? വളരെ അത്യാവശ്യമുള്ള അങ്ങേയറ്റം ക്ഷീണതയായിരുന്ന സമയത്ത് എടുത്തു നടക്കാൻ കഴിയാത്ത ഈ ഭാണ്ഡക്കെട്ട് എന്നിൽ നിന്നും ഏറ്റെടുത്ത് എന്നെ ആശ്വസിപ്പിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്തവനാണ്. അതുകൊണ്ട് എനിക്ക് ആ കുട്ടിയോട്, ആ ചെറുപ്പക്കാരനോട് വല്ലാത്തൊരു സ്നേഹവും മമതയും തോന്നി. മോനെ എന്താ വേണ്ടിയത് നിനക്ക് എന്ന് ചോദിക്കാം. എന്താ വേണ്ടിയത്? ആ ചോദ്യത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കും. എന്താ വേണ്ടിയത്? എന്ത് വേണമെങ്കിലും നീ ചോദിച്ചാൽ എന്നെ കൊണ്ട് തരാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ ഇപ്പൊ തരും. കാരണം എനിക്ക് നിന്നിൽ നിന്നും കിട്ടിയ ആശ്വാസം അത്ര വലുതാണ്, കാരുണ്യം അത്ര വലുതാണ്, റഹ്മത്ത് അത്ര വലുതാണ്. അതുകൊണ്ട് മോനെ എന്താ വേണ്ടിയത്? വീണ്ടും ആ ചെറുപ്പക്കാരനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിക്കുന്നു. എന്നിട്ട് പറയും, മാമ എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് വേറൊന്നും വേണ്ട. ഞാന് ഉമ്മയില്ലാതെ വളർന്ന ഒരു കുട്ടിയാണ്, ഉമ്മാമയെ കണ്ടിട്ടില്ലാത്ത ഒരു കുഞ്ഞാണ്. എൻ്റെ ഉമ്മയുടെയോ ഉമ്മാമയുടെ സ്ഥാനത്ത് വൃദ്ധയായ നിങ്ങൾ തലയിൽ പൊന്തിക്കാൻ കഴിയാത്ത ഭാണ്ഡക്കെട്ടും പേര് നടക്കുമ്പോൾ മാനുഷികമായ ഒരു പരിഗണനയുടെ പേരിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാരുണ്യത്തിന്റെ പേരിൽ ഞാനൊരു ചെറിയ സഹായം ചെയ്താണ്, എനിക്ക് വേറൊന്നും വേണ്ട. ആ സ്ത്രീ വീണ്ടും അത്ഭുതപ്പെട്ടു. മക്കയെ കുറിച്ചിട്ട്, ആ നാട്ടിന്റെ അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചിട്ട് അറിയുന്നവർക്കറിയാം ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഉണ്ടാവുകയും വലിയ ആരോഗ്യവാന്മാരായ ആളുകൾ കച്ചവട സംഘത്തിൽ വന്ന് അവരുടെ ഭാണ്ഡക്കെട്ടുകളും കൊണ്ട് പോകുമ്പോൾ ഇങ്ങനത്തെ ചെറുപ്പക്കാരുടെ സംഘം അങ്ങും ഇങ്ങും ഒളിഞ്ഞിരുന്നു കൊണ്ട് അവരെ അറ്റാക്ക് ചെയ്ത് ഒരു നിയമത്തിനും ചോദ്യം ചെയ്യാൻ കഴിയാത്ത നിലയിൽ, കീഴ്പ്പെടുത്താൻ കഴിയാത്ത നിലയിൽ, ഒരു പോലീസും പട്ടാളവും ഒന്നുമില്ലാത്ത ആ വികൃതമായ ലോകത്ത് മറ്റുള്ളവരുടെ ഭാണ്ഡക്കെട്ടുകൾ അടിച്ചു മാറ്റുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നതിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു പ്രദേശത്ത് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ചെയ്തോ എന്ന് ആ ഉമ്മ അത്ഭുതപ്പെട്ടു. അപ്പൊ ഉമ്മമ്മ പറയാണ്, മോനെ ഞാൻ തരുന്ന പാരിതോഷികം നീ സ്വീകരിക്കുന്നില്ലെങ്കിലും അതിന് പകരം ഞാൻ നിനക്കൊരു ഉപദേശം തരാം. ഉപദേശം നീ സൂക്ഷിക്കണം. ഞാൻ ഉപദേശം തരാം. എന്താ ഉപദേശം പറയാനുള്ളത്? വേറൊന്നുമല്ല, മക്കയുടെ പ്രാന്തപ്രദേശത്ത് പുതിയൊരു വാദഗതിയുമായി ഒരാള് പ്രത്യക്ഷപ്പെട്ടു എന്ന് ഞാൻ കേട്ടു. അയാള് നമ്മൾ പണ്ടുകൊണ്ടേ കൊണ്ടു നടക്കുന്ന മതത്തിനെതിരായി, വിശ്വാസത്തിനെതിരായി, നമ്മളുടെ ദൈവങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു മതം പ്രബോധനം ചെയ്യുന്നു. പടച്ചവനെ കുറിച്ച് പറയുന്നു, ഏക ഇലാഹിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നു. മോനെ നീ അയാളുടെ വഞ്ചനയിലൊന്നും പെട്ടുപോകരുതേ എന്ന് പറയാം ഉമ്മാമ. നീ അയാളുടെ വഞ്ചനയിലും കുടുക്കിലും ഒന്നും പെട്ടുപോകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പുഞ്ചിരി കൊണ്ട് പറഞ്ഞു, ഉമ്മാമ ആ ചെറുപ്പക്കാരൻ ഞാനാണ്, മുഹമ്മദ്. അതെ, ഞാനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞു. ഞാനാണ് മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീ പിന്നെ അവർക്ക് നിയന്ത്രണം വിട്ടുപോയി. എന്ത് പറയണമെന്ന് അറിയുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയും. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ, മക്കയുടെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ, ഒരു ബന്ധവുമില്ലാത്ത, കടപ്പാടും കാണിക്കേണ്ട കാര്യമില്ലാത്ത, എന്നെ ഇങ്ങനെ സഹായിക്കാൻ മാത്രം വിശാല മനസ്ഥിതിയുള്ള ഈ മകന്റെ വായിൽ നിന്നും ഉതിർന്നു വീഴുന്നത് സത്യമല്ലാത്തതല്ല, സത്യം തന്നെ ആയിരിക്കും. അതുകൊണ്ട് മോനെ, എന്നാ പിന്നെ നീ പറയുന്ന പ്രബോധനത്തിൽ വിശ്വസിക്കുന്നു, നിന്റെ മതത്തിൽ വിശ്വസിക്കുന്നു, നിന്റെ കലിമ ഞാൻ ഏറ്റുപറയും. ഞാൻ പറഞ്ഞ ചരിത്രം, സാധാരണഗതിയിൽ ഒരു വൃദ്ധയായ സ്ത്രീ അവർക്ക് പൊന്തിക്കാൻ കഴിയാത്ത ഭാണ്ഡക്കെട്ട് തലയിൽ വെച്ച് കടുപ്പപ്പെട്ട വെയിലിൽ മണലാരണ്യത്തിലൂടെ നടക്കുന്നത് കാണുമ്പോൾ അരികിൽ അത് കണ്ടു നിന്ന ഒരു സന്മനസ്സിന് അവരെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് തോന്നുക. ആ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാണ്ഡക്കെട്ട് ഏറ്റുവാങ്ങി അവരോടൊപ്പം നടക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, 10-11 മാസക്കാലം ഞാനും നിങ്ങളും നമ്മളെ കൊണ്ട് എടുത്താൽ പൊന്താത്ത തരത്തിൽ കുറെ പാപകർമ്മങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ ഇങ്ങനെ ചെയ്തു കൂട്ടുകയാണ്. ഒരു ഭാഗത്ത് നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്യുന്നു, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നു. ആ പാപകർമ്മങ്ങൾ ഇത് തെറ്റാണെന്ന് പോലും തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും നമ്മൾ വലിയ ആള് കളിച്ച് നടക്കുന്നു. അതിന്റെ ഭാരം നമ്മുടെ തലയിൽ നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴാണ് നമ്മുടെ രക്ഷിതാവ്, കാരുണ്യവാനായ നമ്മുടെ രക്ഷിതാവ്, ചെറിയ കാരുണ്യമൊന്നുമല്ല, വലിയ കാരുണ്യമാണ്.
വൃദ്ധയായ ഒരു സ്ത്രീയുടെ തലയിൽ നിന്നും അവൾ കൊണ്ട് നടക്കാൻ വിഷമിക്കുന്ന ഭാണ്ഡക്കെട്ട് ഏറ്റെടുത്തുകൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും ഉയർന്ന നിലയിൽ അള്ളാഹു പരിശുദ്ധ റമദാനിന്റെ ഈ മാസം, ആ മാസത്തിലൂടെ നമുക്ക് കരുണയുടെ വലിയ ഒരു കവാടത്തെ തുറന്നു തരികയാണ്. നമ്മുടെ തലയിൽ നിന്നും ഭാണ്ഡക്കെട്ടുകൾ ഇറക്കി വെക്കുക, ആകാശവാതിലുകളൊക്കെ മലർക്കെ അള്ളാഹു തുറന്നു വെക്കുക, അനുഗ്രഹത്തിന്റെ പേമായി അള്ളാഹു നമുക്ക് വേണ്ടി വർഷിപ്പിക്കുക, നമ്മളെ ആശ്വസിപ്പിക്കുക. യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയൽ ശർ അദ്ബർ. യാ ബാഗിയൽ ഖൈർ, നന്മ പ്രതീക്ഷിക്കുന്നവനെ, നന്മ ചെയ്യാൻ ആശിക്കുന്നവനെ, നന്മയുടെ മുന്നിൽ നടന്നെത്താൻ ശ്രമിക്കുന്നവനെ, വാ, അതിനുള്ള അവസരം നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു, അതിനുള്ള വഴികൾ നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മളോട് കാരുണ്യം കാണിക്കുന്നതിന്റെ ദിവസങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ റഹ്മത്തിന്റെ ദിവസം എന്നൊക്കെ പറയുന്നത്. ഈ നിലയിൽ റഹ്മത്തിന്റെയും കാരുണ്യത്തിന്റെയും ദിനരാത്രങ്ങളിലൂടെ അള്ളാഹു അവന്റെ അടിമകളെ അവങ്കലേക്ക് അടുപ്പിക്കുന്നു. വസിഅത് റഹ്മതി കുല്ല ഷൈ, അല്ലാഹു വസിഅത് റഹ്മതി കുല്ല ഷൈ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. ഇന്നലത്തെ തറാവീഹ് നമസ്കാരത്തിൽ ദീർഘമായി ഓതിക്കേട്ട വചനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വചനമാണത്. എന്റെ റഹ്മത്ത് ഞാൻ അത് ലോകത്തെമ്പാടും പരന്ന നിലയിൽ അടിമകൾക്ക് വേണ്ടിയിട്ട് വിശാലമാക്കി വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് അതിങ്ങനെ പരന്നു കിടക്കാം. അള്ളാഹുവിന്റെ റഹ്മത്ത് പരന്നു കിടക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അനുസരണക്കേട് ജീവിതത്തിന്റെ പതിവും പല്ലവിയുമാക്കി മാറ്റിയ നമ്മളും സുഖമായി ഉണർന്നെഴുന്നേൽക്കുന്നു, നടക്കുന്നു, ഓടുന്നു, ഇരിക്കുന്നു, അല്ലെ, ചിന്തിക്കുന്നു, ചലിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഇതൊക്കെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാരുണ്യത്തിന്റെ കടുപ്പം കൊണ്ടാണ്, ആ കാരുണ്യത്തിന്റെ വിശാലത കൊണ്ടാണ്, ആ കാരുണ്യത്തിന്റെ വിശാലത കൊണ്ടാണ്. എന്നാൽ فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. ആ റഹ്മത്ത് അങ്ങനെ വിശാലമായ നിലയിൽ നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിലും അത് ഞാൻ ആർക്കാണ് കൊടുക്കുക? അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ കാരുണ്യം അളവില്ലാതെ ഭൂമിയിൽ ഇറങ്ങുന്നു എന്നത് റമദാനിന്റെ ഒരു പ്രത്യേകതയാണ്, മാഹാത്മ്യമാണ്. എന്നാൽ ആ കാരുണ്യത്തിൽ നിന്നും നമുക്കെന്ത് കിട്ടുന്നു, നമുക്കെത്ര കിട്ടി, നമ്മൾ എത്ര നേടി എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഫസഅക്തുബുഹ, വലിയൊരു നദി നിറഞ്ഞൊഴുകുകയാണ്. ആ നിറഞ്ഞൊഴുകുന്ന നദിയിൽ വെള്ളമാണ്, ജലമാണ്. കുറെ ആളുകൾ നദിക്കരയിൽ ചെറിയ ചെറിയ പാത്രങ്ങളുമായി, വലിയ വലിയ പാത്രങ്ങളുമായി വന്ന് അതിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് പോകുന്നു. വെള്ളം കോരിക്കൊണ്ട് പോകുന്നു എന്ന് വിചാരിക്കാം. വെള്ളം കോരിക്കൊണ്ട് പോകുമ്പോൾ ആ നിരന്ന് നടന്നു പോകുന്ന ആളുകളുടെ കയ്യിലെ പാത്രത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ചില ആളുകൾ ഒരു ചെറിയ മഗ്ഗിൽ വെള്ളം കൊണ്ടുപോകുന്നു, ചില ആളുകൾ ഒരു കപ്പിൽ വെള്ളം കൊണ്ടുപോകുന്നു, ചില ആളുകൾ അതിനേക്കാൾ വലിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുപോകുന്നു. വേറെ ചില ആളുകൾക്ക് കുറച്ചുകൂടി താല്പര്യവും ശക്തിയും ശേഷിയും ഒക്കെ ഉള്ളത് കൊണ്ട് അവരൊരു ടാങ്കർ ലോറി കൊണ്ടുവന്ന് ആ ടാങ്കർ ലോറിയിൽ നിറച്ചു കൊണ്ടുപോകുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുക. ചെറിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുപോയത് നദിയിൽ വെള്ളമില്ലാത്തത് കൊണ്ടല്ല, ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയത് ഈ നദിയിൽ വെള്ളം കുറഞ്ഞത് കൊണ്ടല്ല. പിന്നെയോ, നീ കൊണ്ടുവന്ന പാത്രം എത്ര ചെറുതാണ് വലുതാണെന്നതാണ് പ്രശ്നം. നീ കൊണ്ടുവന്ന പാത്രം എത്ര വലുതാണ് ചെറുതാണ് എന്നതാണ് പ്രശ്നം. ഞാൻ 9 നോമ്പെടുത്തു, ഞാൻ എത്ര തറാവീഹ് നമസ്കരിച്ചു, ഞാൻ പള്ളിയിൽ വന്നു, ഞാൻ ഇരുന്നു, പടച്ചവനെ എന്റെ പാത്രത്തിൽ എന്ത് നിറഞ്ഞു, അത് ഞാൻ ആലോചിക്കണം. നമ്മൾ ഓരോരുത്തർക്കും ആലോചിക്കണം, എന്റെ പാത്രത്തിൽ എന്ത് നിറഞ്ഞു, എന്റെ റഹ്മാനായ റബ്ബിന്റെ ഭാഗത്തു നിന്നും അവന്റെ കാരുണ്യത്തിൽ നിന്നും എനിക്കെന്ത് കിട്ടി, അവനെന്ത് കിട്ടി, ഇവരെന്ത് കിട്ടി എന്ന് ആലോചിച്ചിട്ടും അന്വേഷിച്ചിട്ടും കുറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടും നമ്മുടെ ആയുസ് പാഴാക്കരുത്. ഓനെന്താ അങ്ങനെ, ഓനെന്താ ഇങ്ങനെ, ഓന് ജുമാക്ക് മാത്രമല്ലേ പള്ളി വരുന്നുള്ളൂ, ഓൻ 5 നേരം നിസ്കരിക്കാൻ വരുന്നില്ലല്ലോ, ഓൻ 5 നേരം നിസ്കരിക്കാൻ വരുന്നുണ്ട് പക്ഷെ നോമ്പെടുക്കുന്നില്ലല്ലോ. നോമ്പെടുത്തിട്ട് എന്താ വേണ്ടിയത്? അവൻ പിന്നെയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കല്ലേ. എത്ര ജുസോ ഖുർആൻ ഓതി? പ്രിയപ്പെട്ടവരെ, വേണ്ട, നമ്മൾ ആരാന്റെ കണക്കെടുക്കാൻ നിൽക്കണ്ട, മെനക്കെടണ്ട. ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു ആലോചിച്ചാൽ മതി, ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്തു? ഈ റഹ്മത്തിനെ, ഈ കാരുണ്യത്തെ നാം ചില ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി എഴുതി കൊടുക്കുന്നതാണ്.
തീരെഴുതുന്നതാണ് എന്ന് നമ്മുടെ ഭാഷയിൽ പറയാറില്ലേ? ആർക്ക് വേണ്ടിയാണ് അള്ളാഹു തആല അവന്റെ കാരുണ്യത്തെ തീരെഴുതി കൊടുക്കുന്നത്? ലില്ലദീന യത്തഖൂന, തഖ്വ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി. ലില്ലദീന യത്തഖൂന, അവിടെ വേറെ പരിഗണനകളൊന്നുമില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ അടിമകളായ നമ്മളെ സംബന്ധിച്ചിട്ട് വേറെ പ്രത്യേകിച്ച് പരിഗണനകളൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന് എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും അവന്റെ അടിമകളും അവൻ എല്ലാവരുടെയും ഉടമസ്ഥനുമാണ്. അവന്റെ അടുക്കൽ വേറെ പരിഗണന ഒന്നുമില്ല. അഥവാ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ചിട്ട് ജീവിക്കാൻ സന്നദ്ധനാകുന്നത് അബൂജഹലിന്റെ മകനാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കുകയും കബൂലാക്കുകയും നമ്മളെ കൊണ്ട് റളിയല്ലാഹു അൻഹു എന്ന് പറയിപ്പിക്കുകയും ചെയ്യും. ഇനി അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ചിട്ട് ജീവിക്കാൻ തയ്യാറാകാത്തത് സാക്ഷാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനായ അബൂ താലിബാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയും. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അള്ളാഹു പറയുന്നു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നീ വിചാരിക്കുന്നത് പോലെ, നീ ആശിക്കുന്നത് പോലെ, നീ ആഗ്രഹിക്കുന്നത് പോലെ ആർക്കെങ്കിലും ഒക്കെ അങ്ങ് മെമ്പർഷിപ്പ് കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല ഇസ്ലാം. നീ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഒക്കെ അകത്താക്കാനും അല്ലാത്തവരെ ഒക്കെ പുറത്താക്കാനും കഴിയുന്ന ഒരു സംവിധാനത്തിന്റെ നാമമല്ല ദീന്, ഇസ്ലാം, സ്വർഗം, അള്ളാഹുവിന്റെ കാരുണ്യം എന്നൊക്കെ പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ ബാപ്പ മുസ്ലിമായി. അബൂ ഖുഹാഫ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ ബാപ്പ മുസ്ലിം. അബൂബക്കർ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഊണിലും ഉറക്കത്തിലും ജീവിതകാലം മുഴുവനും ഒപ്പം സഞ്ചരിക്കുകയും എല്ലാ ദുഃഖവേളകളിലും ഒന്നിച്ചു കൂടുകയും ചെയ്തിരുന്ന മഹാത്മാവാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വാപ്പ അബൂ ഖുഹാഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ കൂട്ടിക്കൊണ്ടുവന്ന് തന്റെ വാപ്പയെ മുസ്ലിമാക്കണമെന്ന് അദ്ദേഹം അങ്ങേയറ്റം ആഗ്രഹിച്ചു. ഓരോരുത്തരെയായി അബൂബക്കറാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ മുസ്ലിം ആയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നമ്മൾ ഈ പറയുന്നതും വിശ്വസിക്കുന്നതും പ്രബോധനം ചെയ്യുന്നതും ഒക്കെ സത്യമല്ലേ? ആ സത്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ സത്യം ഞാൻ ഒന്ന് തുറന്നു പറഞ്ഞോട്ടെ, ഉറക്കെ വിളിച്ചു പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അബൂബക്കർ, ആയിട്ടില്ല, ആവട്ടെ, കുറച്ചും കൂടി ആവട്ടെ. ഇന്ന് ആ സത്യത്തെ പരസ്യമായ നിലയിൽ നീ വിളിച്ചു പറഞ്ഞാൽ അതിലൂടെ വരാൻ പോകുന്ന അപകടം വളരെ വലുതാണ് എന്ന് പറഞ്ഞു തടുക്കാൻ ശ്രമിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ വന്നിട്ട് ചോദ്യം ഉന്നയിച്ചു, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കൊരു അവസരം തരണം, ഒരു അനുവാദം തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി തൂകി എന്നാണ് ചരിത്രം പറയുന്നത്. മൗനാനുവാദം നൽകി. ആ അനുവാദവുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ പുറത്തേക്ക് ഇറങ്ങി. ഓരോരുത്തരെയായി കണ്ടു, ഓരോരുത്തരുടെ കൈകളിൽ പിടിച്ചു, അവരോട് അള്ളാഹുവിനെ കുറിച്ചിട്ട് പറയാൻ ശ്രമിച്ചു. അവരെ കൂട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഇസ്ലാം ആകാൻ പ്രേരിപ്പിക്കുകയും ഒരുപാട് പേര് മുസ്ലിം ആവുകയും ചെയ്തു. ഈ തരത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ തന്റെ പ്രിയപ്പെട്ട പിതാവിനെയും കൂട്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നു. ബാപ്പാക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബാപ്പാക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുത്ത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകളിൽ ബൈഅത്ത് ചെയ്ത അബൂബക്കറിന്റെ പിതാവ് അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. അത് വലിയ സന്തോഷമല്ലേ? എത്ര കാലമായി ഞാൻ എന്റെ വാപ്പ മുസ്ലിമാണോ എന്ന് ആഗ്രഹിക്കുന്നു, എത്ര കാലമായി. പക്ഷേ പ്രിയപ്പെട്ടവരെ, പിന്നീട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞ ഒരു വാചകമുണ്ട്, എന്റെ ബാപ്പ അബൂ ഖുഹാഫ മുസ്ലിമായ ദിവസത്തിൽ ഞാൻ സന്തോഷിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കാൻ ആഗ്രഹിച്ച ഒരു സംഗതിയുണ്ട്. അതെന്താണ്? അത് അബൂ താലിബ് ഒന്ന് മുസ്ലിം ആയിരുന്നെങ്കിൽ കൊള്ളാം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്റെ വാപ്പ ആകുന്നതിന് പകരം അബൂ താലിബ് മുസ്ലിം ആയിരുന്നെങ്കിൽ കൊള്ളാം. എന്തുകൊണ്ടെന്നാൽ എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമേൽ ആശിക്കുകയും ആഗ്രഹിക്കുകയും അതിനായി പണിയെടുക്കുകയും പിതാവിന്റെ സഹോദരൻ എന്ന നിലയിൽ തന്നെ പോറ്റി വളർത്തിയ എളാപ്പയോട് അങ്ങേയറ്റം കാല് പിടിച്ച് അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അവസാന ശ്വാസം വരെയും ഇസ്ലാമിലേക്ക് വരാൻ ആ എളാപ്പക്ക് തൗഫീഖ് കിട്ടിയില്ല. ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി, പടച്ചവനെ, അബൂ ഖുഹാഫ എന്ന എന്റെ സ്വന്തം ബാപ്പ മുസ്ലിം ആകുന്നതിനേക്കാൾ കൂടുതൽ അബൂ താലിബ് മുസ്ലിം ആയാൽ കൊള്ളാം എന്ന് ഞാൻ ആശിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടത്.
ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. റമളാനിന്റെ കാരുണ്യം എല്ലാവർക്കും വേണ്ടി പൊതുവാണ്. റമളാനിന്റെ കാരുണ്യവും മഗ്ഫിറത്തിന്റെ കവാടവും എല്ലാവർക്കും വേണ്ടി തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ തുറന്നു വെക്കപ്പെട്ടിരിക്കുന്ന ഈ കവാടം ഏതെങ്കിലും തരത്തിൽ അങ്ങ് കഴിഞ്ഞു പോകുമ്പോൾ നമുക്കൊക്കെ അങ്ങ് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഓരോരുത്തരും അവരവരുടെ മഗ്ഫിറത്തിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യണം. ഓരോരുത്തരും അവരവരുടെ റഹ്മത്തിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യണം. തഖ്വ ലില്ലദീന യത്തഖൂൻ വയുഅ്തൂന അസ്സകാ വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. അല്ലാഹുവിന്റെ സന്നിധിയിൽ തഖ്വയുടെ പേരിലാണ് അടിമകൾക്ക് അംഗീകാരം കിട്ടുക. അമലുകളുടെ പേരിലാണ് അള്ളാഹുവിന്റെ സന്നിധിയിൽ അടിമകൾക്ക് അംഗീകാരം കിട്ടുക. ജീവിത വിശുദ്ധിയുടെ പേരിലാണ് അള്ളാഹുവിന്റെ സന്നിധിയിൽ അടിമകൾക്ക് അംഗീകാരം കിട്ടുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്ത വിലാസങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ വാപ്പയുടെ മകനായിട്ടാണ് അറിയപ്പെടുക. നമ്മൾ ഓരോരുത്തരും ഓരോ വീട്ടിൽ പിറന്നവരായി ജനിച്ചവരായിട്ടാണ് അറിയപ്പെടുക. നമ്മൾ ധരിച്ചു വന്നിരിക്കുന്ന വസ്ത്രത്തിന്റെ വ്യത്യാസം നോക്കിയിട്ടാണ് ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വ്യത്യാസങ്ങളെല്ലാം അവസാനിക്കുന്ന ഒരു വേള വരാൻ പോകുന്നുണ്ട്, ഒരു സമയം വരാൻ പോകുന്നുണ്ട്. ആ സമയത്തെയാണ് നമ്മൾ മൗത്ത് എന്ന് വിളിക്കുന്നത്, മരണം എന്ന് വിളിക്കുന്നത്. മരണത്തോടുകൂടി മനുഷ്യരായ നമ്മളിൽ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ വ്യത്യാസങ്ങളും അവസാനിക്കും. പിന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമ്മെ തിരിച്ചറിയുന്നത് നമ്മൾ ചെയ്തു കൂട്ടിയ അമലുകളുടെ പേരിൽ മാത്രമായിരിക്കും. അഥവാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തികഞ്ഞ തഖ്വ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ തഖ്വയോടുകൂടിയാണ് നമ്മൾ റബ്ബിലേക്ക് മടങ്ങിയതെങ്കിൽ, ഖബറിൽ വെക്കപ്പെടുന്ന ഒരു മുഅ്മിനിനെ ഖബർ ജീവിതം മുതൽക്ക് അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടി മലക്കുകൾ സ്വാഗതം ചെയ്യും, മലക്കുകൾ സ്വീകരിക്കും. റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ വിരിപ്പുകൾ അവന് വേണ്ടി വിരിക്കപ്പെടും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ. ഇവിടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ആരൊക്കെ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു വെച്ചാലും അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും കിട്ടാറില്ലല്ലോ. ഈ സെറ്റപ്പുകളൊക്കെ നമ്മുടെ മരണത്തോടു കൂടി അങ്ങ് അവസാനിക്കുകയായി. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ വർത്തമാനത്തിൽ സാധാരണ പറയുമായിരുന്നു, നമ്മൾ ജീവിതം മുഴുവൻ ഇങ്ങനെ സെറ്റാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സെറ്റാക്കാൻ, അത് സെറ്റായി, ഇത് സെറ്റായി. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോരോ തലവേദനയോട്ടാണ് എഴുന്നേൽക്കുക. അന്ന് വൈകുന്നേരം വരെ അധ്വാനിച്ച് പണിയെടുത്തിട്ട് ഇത് സെറ്റാക്കി, അത് സെറ്റാക്കി, ഇത് സെറ്റാക്കി, അത് സെറ്റാക്കി. പക്ഷേ ഞാൻ കുറെ കാലത്തെ ഈ സെറ്റിങ്സിനിടയിൽ ഒരു കാര്യം ബോധ്യപ്പെട്ടു. ശരിക്കും സെറ്റാകണമെങ്കിൽ നമ്മൾ ഇതുവരെ ശീലമില്ലാത്തതുപോലെ കിബിലയ്ക്ക് നേരെ കാലിൽ നീട്ടി മലർന്ന് കടന്ന് കൈ ഇങ്ങനെ ഒന്ന് കെട്ടി മുഖത്തോടെ മുണ്ടിട്ട് മൂടിയിട്ട് സെറ്റാവണം. അപ്പോഴാണ് സെറ്റാവുക. ഇപ്പം ഫുൾ സെറ്റായി, ശരിയാ. അതുവരെയും നമ്മൾ സെറ്റിങ്സില. അത് സെറ്റാക്കി, ഇത് സെറ്റാക്കി, അത് സെറ്റാക്കി, ഇത് സെറ്റാക്കി. ഒന്ന് സെറ്റാവുമ്പം അടുത്ത രാവിലെ എഴുന്നേൽക്കുമ്പം ഒരു 10 പുതിയത് വരും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, നീ നിന്റെ ദുനിയാവിന്റെ പിന്നാലെ അത് നേരെയാക്കാൻ വേണ്ടിയിട്ട് കറങ്ങി നടക്കുമ്പോൾ ഒന്ന് പരിഹരിക്കപ്പെട്ടാൽ അവിടെ 10 തുറക്കപ്പെടുമെന്ന് തുടങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ എത്ര വലിയ സെറ്റപ്പ് നടത്താൻ ശ്രമിച്ചാലും അതിലൊക്കെ ഒരു പരിധി ഉണ്ടാവും പ്രിയപ്പെട്ടവരെ, പരിധി ഉണ്ടാവും. എന്നാൽ അവസാനം ഒരു സെറ്റാകലുണ്ട്, ആ സെറ്റാകലിൽ മലായിക്കത്തുകൾ വരണം, കാരുണ്യത്തിന്റെ വാക്കുകളുമായി, സന്തോഷത്തിന്റെ വാക്കുകളുമായി. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നതി അല്ലതി കുൻതും തുഅദൂൻ. അല്ലാ തഖാഫു, നിങ്ങൾ ഇനി ഭയപ്പെടുകയൊന്നും വേണ്ട, നിങ്ങൾ പരിഭവിക്കുകയും പ്രയാസപ്പെടുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചൊരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ സന്തോഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. പോകാം. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു കൂടിക്കൊണ്ട് ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങൾ, ക്ഷമിച്ചു കഴിഞ്ഞുകൂടി. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? തഖ്വ എന്ന് പറഞ്ഞാൽ ജീവിത പ്രയാസങ്ങളുടെ നടുക്കയത്തിലും അതിന്റെ തെരതിരക്കുകളുടെ ഇടയിലും ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ നാമമാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വയെ കുറിച്ചിട്ട് ഉലമാക്കൾ പറയാറുണ്ട്, അത് 4 കാര്യങ്ങളാണ്. ഒന്ന്,
നമ്മളുടെ ഹൃദയത്തിൽ രക്ഷിതാവിനെ സംബന്ധിച്ചിട്ടുള്ള ഭയപ്പാട് എപ്പോഴും നിലനിൽക്കണം. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഭയപ്പാട് നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കും. തഖ്വ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ വിചാരിക്കുന്നത് ചില്ലറ അമലുകളുടെ പേരാണോ, അല്ലെങ്കിൽ നമ്മൾ അണിയുന്ന വേഷവിധാനങ്ങളുടെ പേരാണോ? അതൊന്നുമല്ല. ചില കാര്യങ്ങളെ അള്ളാഹുവും അവരുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം റമദാൻ പുണ്യത്തിന്റെ കാലമാണ്, പരിശീലനത്തിന്റെ കളരിയാണ്, നന്മ നമ്മൾ വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു രോഗിക്ക് ചികിത്സ നിശ്ചയിക്കപ്പെടാറുള്ളത് പോലെ അവന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ നിന്നും അവൻ പഥ്യം പാലിക്കണം. ചില കാര്യങ്ങൾ നിർബന്ധമായും അവൻ അനുഷ്ഠിക്കുകയും ചെയ്യണം. അതാണല്ലോ ഒരു പരിധി വരെയും റമദാനിൽ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒരു രോഗി എന്ന നിലയിൽ ചികിത്സാ കാലയളവിൽ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. ഏതാ പാടില്ലാത്ത കാര്യം? സുബഹി ബാങ്ക് കൊടുത്താൽ പിന്നെ മഗ്രിബ് നിസ്കാരം വരെയും വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിക്കരുത്, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടരുത്. ഇതൊക്കെയാണ് നമ്മൾ പാടില്ല എന്ന് പഠിച്ചത്. അത് മാത്രമല്ല, അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് പറയരുത്. അത് പറഞ്ഞു പോയാൽ നിന്റെ ഈ ചികിത്സ ഫലപ്പെടുകയില്ല. നിന്റെ കാത് കൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് കേട്ടുപോയാൽ നിന്റെ ഈ ചികിത്സ ഫലപ്പെടുകയില്ല. നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത ചിലതുണ്ട്. കണ്ടുപോയാൽ നിന്റെ ഈ ചികിത്സ ഫലപ്പെടുകയില്ല. ഈ ചികിത്സ ഫലപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഒന്ന്, പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ പഥ്യം പാലിക്കണമെന്ന് പറഞ്ഞ കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധിക്കണം. നിന്റെ ജീവിതത്തിൽ അങ്ങനത്തതൊന്നും വരരുത്. അതുപോലെ നീ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ മരുന്ന് കഴിക്കണം, അമലുകൾ ചെയ്യണം, ഇബാദത്തുകളിൽ ശ്രദ്ധിക്കണം, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കണം. നീ മുത്തഖിയാവുക എന്ന് പറഞ്ഞാൽ ഈ അമലുകളുടെ അനന്തര ഫലം എന്ന നിലയിൽ നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഭയപ്പാടുണ്ടാകണം. സൂക്ഷ്മത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? ഭയപ്പാടുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ? മഹാന്മാരായ സഹാബാക്കളെ കുറിച്ചിട്ടും സലഫു സാലിഹീങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പറയപ്പെടാറുണ്ട്. അവർ കമ്പോളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ കാതുകളിൽ പഞ്ഞുകൊണ്ട് തിരികെ കയറ്റുമായിരുന്നു എന്നാണ്. ഞാനിങ്ങനെ എല്ലാവരും നോക്കുക, എന്തായി പറയുന്നത് നിങ്ങൾ നോക്കുന്നുണ്ടാവുക. അവര് പട്ടണത്തിലേക്ക് ഇറങ്ങുമ്പോൾ, നഗരങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ചില ആളുകൾ അവരുടെ കാതുകളിൽ പഞ്ഞിക്കഷ്ണം ഇങ്ങനെ തിരികെ കയറ്റുമായിരുന്നു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, ഈ പട്ടണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനാവശ്യങ്ങളുടെ, ആഭാസങ്ങളുടെ, വൃത്തികേടുകളുടെ വർത്തമാനം ഞങ്ങളുടെ കാതിൽ പെടരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതിനാണ്. അപ്പൊ നമ്മളെന്താ പറയാ അവരെ കുറിച്ച്? ഇത്ര പഴഞ്ചന്മാര്. പ്രിയപ്പെട്ടവരെ, കുറച്ചു കാലം മുമ്പ് ഇവിടെ ഒരു വൈറസ് വന്നു എന്ന് എല്ലാവരെയും പേടിച്ചപ്പോൾ നമ്മുടെ മൂക്കിന്റെ 2 ദ്വാരങ്ങള് മൂക്ക് കയറിട്ട് മൂടിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. എന്താ കാരണം? കണ്ടിട്ടില്ലാത്ത, അങ്ങനെ ഉണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു രോഗാണു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി, എങ്ങാനും എനിക്ക് എന്റെ ശ്വസനത്തിലൂടെ അതിന്റെ അണുക്കൾ അകത്തേക്ക് കടന്നുപോയാൽ വരാൻ പോകുന്ന മാരകമായ രോഗവും ആ രോഗത്തിന്റെ പേരിൽ എനിക്ക് വരാൻ പോകുന്ന മരണവും ശാസ്ത്രം നൽകിയ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചപ്പോൾ നമ്മളൊക്കെ മൂക്കേറിടാൻ വിസമ്മതിക്കുന്ന ആളുകൾക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഫൈനിട്ടു. അങ്ങനെ എത്ര പേര് അടികൊണ്ടു നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടതല്ലേ. അപ്പം ഈ പുരോഗമിച്ച നൂറ്റാണ്ടിൽ ഏതോ ഒരു കാണാത്ത അണുവിനെ ഭയന്നുകൊണ്ട് മൂക്കിൽ കയറിട്ട് കെട്ടാൻ മനുഷ്യൻ നിർബന്ധിതനാകുമ്പോൾ അതിനെ പുരോഗതി എന്ന് വിളിക്കുകയും നമ്മളുടെ മുന്നോട്ടുകളായ മഹാത്മാക്കള് നാളെ കാലാകാലത്തേക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള, ആ സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന നിലയിൽ എന്റെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ആഭാസത്തിന്റെയും അനാവശ്യത്തിന്റെയും വൈറസുകൾ വരരുത് എന്ന് വിചാരിച്ചുകൊണ്ട് കാതിൽ പഞ്ഞി തിരികിട്ടാണ് നടന്നിരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുമെന്ന് വേണ്ട. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അദ്ദേഹം ചില സമയങ്ങളിൽ ചില കല്ലിന്റെ കഷ്ണങ്ങൾ വായിലിട്ട് നടക്കുമായിരുന്നു എന്നാണ്. കല്ലിന്റെ കഷ്ണങ്ങൾ വായിലിട്ട് നടക്കും. എന്തിനാ? ചവച്ച് വായിലിട്ട് കല്ലും കൊണ്ട് നടക്കുക. എന്തിനാ? പ്പെട്ടവരെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് ആളുകൾ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കല്ല് വായിലിട്ട് നടക്കുന്നത്? അദ്ദേഹത്തെ വീക്ഷിച്ച, പിന്നിൽ നിന്ന് തുടർന്ന് അന്വേഷിച്ച ആളുകൾക്ക് ബോധ്യപ്പെട്ടു, അദ്ദേഹം ആരോടെങ്കിലും എന്തെങ്കിലും വർത്തമാനം പറയേണ്ടി വരുമ്പോൾ ആ വർത്തമാനത്തെ കുറിച്ച് ആലോചിക്കും. ഈ പറയുന്ന വർത്താനം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ആലോചിക്കും, അതല്ല ദോഷമാണോ എന്ന് അദ്ദേഹം ആലോചിക്കും. അങ്ങനെ ആലോചിച്ചിട്ട് ഗുണമുള്ള വർത്തമാനമാണെങ്കിൽ മാത്രം ആ കല്ല് കയ്യിലെടുത്തിട്ട് വർത്താനം പറയും. എന്നിട്ട് ആവശ്യം കഴിഞ്ഞാൽ പിന്നെ കല്ല് വീണ്ടും വായിലേക്ക് ഇടുമായിരുന്നു എന്നാണ്. നമ്മൾ ഇത്തരക്കാരെ കുറിച്ചിട്ട് എന്താ പറയാറുള്ളത്? ഇത്തരക്കാരെ കുറിച്ചിട്ട് നമ്മൾ പഴഞ്ചന്മാരെന്ന് പറയും.
പുരോഗമിക്കാത്തവരെന്ന് പറയും. പക്ഷെ ആള് കാണുന്നില്ല, എന്തൊക്കെയായി കാണിക്കുന്നത് എന്നൊക്കെ പറയും. പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്തെത്തുമ്പോൾ അറിയാം, ആ മഹാത്മാക്കൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സ്വർഗം അവരാസ്വദിക്കുമ്പോൾ, അവരാനന്ദത്തോടുകൂടി അതിൽ ഇങ്ങനെ ഉല്ലസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, യാ ലൈതനി കുന്തു മഅഹും ഫഅഫൂസ ഫൗസൻ അദീമ, യാ ലൈതനി കുന്തു മഅഹും ഫഅഫൂസ ഫൗസൻ അദീമ. പടച്ചോനെ, അവരെ അന്ന് ഞങ്ങൾ പഴഞ്ചന്മാരെന്ന് വിളിച്ചിരുന്നു, പുരോഗമിക്കാത്തവരെന്ന് വിളിച്ചിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തിയ വിശുദ്ധിയുടെ പേരിൽ അവർക്ക് ഇന്ന് നൽകപ്പെടുന്ന ഈ സ്വർഗത്തിന്റെ നിഅമത്തുകളും അനുഗ്രഹങ്ങളും ഒക്കെ ആസ്വദിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ ആശിച്ചു പോകുന്നു, യാ ലൈതനി കുന്തു മഅഹും, ഞങ്ങളും അവരോടൊപ്പം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര നന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ പവിത്രമായ ഈ നാളുകളിൽ തഖ്വ പരിശീലിക്കാൻ ശ്രമിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് നമ്മുടെ ആത്മീയമായ ആരോഗ്യത്തെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നിലയിൽ അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞു തന്നിട്ടുള്ള അമലുകളിൽ ശ്രദ്ധിക്കണം, അത് വർദ്ധിപ്പിക്കണം. അമലുകൾ അധികമായി ചെയ്യണം. ഫർദ് നമസ്കാരങ്ങളിൽ ശ്രദ്ധിക്കണം, സുന്നത്ത് നമസ്കാരങ്ങളിൽ ശ്രദ്ധിക്കണം. ചില ആളുകൾ നോമ്പിന്റെ കാര്യത്തിൽ അശ്രദ്ധരാണ് എന്നറിയാൻ ഇടയായി. വല്ലാതെ വേദന തോന്നുന്നു. മുസ്ലിം സഹോദരനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിം സഹോദരിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നോമ്പെടുക്കാതിരിക്കാൻ കഴിയും, നോമ്പ് ഉപേക്ഷിക്കാൻ കഴിയും? ഒരു മുസ്ലിം ഒരിക്കലും നോമ്പുകാരനായിട്ടല്ലാതെ ഈ പകലിൽ ജീവിച്ചിരിക്കരുത്. അവൻ ജീവനുള്ളിടത്തോളം, ആഫിയത്തുള്ളിടത്തോളം, മാരകമായ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നോമ്പെടുക്കാൻ കഴിയില്ലെന്ന് നിർദ്ദേശിക്കപ്പെട്ട അത്ര വലിയ വലിയ രോഗമൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരു മുസ്ലിമിന് നോമ്പ് ഉപേക്ഷിക്കാൻ കഴിയരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ഭരണകാലത്ത് ചില ആളുകളെ കുറിച്ചിട്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. അവര് പകലിൽ നോമ്പെടുക്കാതെ അനാവശ്യങ്ങളിൽ കഴിഞ്ഞുകൂടുന്നു എന്ന വിവരം കിട്ടി. അദ്ദേഹം അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കൽപ്പിച്ചു. പള്ളിയിൽ പരസ്യമായ നിലയിൽ അവരെ കെട്ടിയിട്ട് മുഴുവൻ ആളുകളും കാണുമാറ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവരെ അടിക്കാൻ കൽപ്പിച്ചു. എന്തിനാ? മുസ്ലിം ഉമ്മത്തിന് ബോധ്യപ്പെടണം, മുസ്ലിം ഉമ്മത്തിന് മനസ്സിലാകണം, ആരോഗ്യമുള്ള ഒരു മുസ്ലിമായ ആണ് പെണ്ണ് ഒരിക്കലും അവരുടെ ഈ പകലിൽ നോമ്പെടുക്കാതെ ജീവിക്കരുത്. നോമ്പ് നിർബന്ധമാണ്, നോമ്പ് ഫറദാണ്. ഇന്ന് നിന്റെ റബ്ബ് നിനക്ക് നൽകിയിരിക്കുന്ന കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി പട്ടിണി ഇരുന്നാൽ, പ്രിയപ്പെട്ടവരെ, നിനക്ക് ഭയങ്കര കൂലി കിട്ടും. അള്ളാഹു നമുക്കൊക്കെ നോമ്പെടുക്കാനും അതിന്റെ പുണ്യം കരസ്ഥമാക്കാനും തൗഫീഖ് തരുമാറാകട്ടെ. ഒരു പക്ഷേ ഇന്ന് പടച്ചവന്റെ കൽപ്പന പ്രകാരം പട്ടിണി ഇരിക്കാനും ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കാനും നീ തയ്യാറാകാതെ വരികയും നാളെ നിനക്കൊരു വലിയ രോഗമുണ്ടാവുകയും ചെയ്താൽ അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ വലിയ രോഗങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ആരോഗ്യവാന്മാര്, നല്ല ചെറുപ്പക്കാര്, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാത്ത നിലയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു തലവേദനയുടെ പേരിൽ, ഒരു വയറുവേദനയുടെ പേരിൽ, ഒരു മൂത്രക്കടച്ചിലിന്റെ പേരിൽ വിധേയരാക്കപ്പെടുന്ന ചികിത്സയുടെ അനന്തര ഫലമായി അവർക്ക് നൽകപ്പെടുന്ന റിസൾട്ടുകൾ അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ അത്തരം സാഹചര്യത്തിൽ കഴിയുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈ പരിശുദ്ധ റമദാനിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മുടെ രോഗികളായ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു അഫു നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ, ഷിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മുടെ മുഴുവൻ സഹോദരങ്ങളെയും സഹോദരിമാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളൊക്കെ അള്ളാഹു രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ, അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ, അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അള്ളാഹു നമുക്ക് ആരോഗ്യം തന്നു, അവസരം തന്നു, സമയം തന്നു. എന്നിട്ട് ആവോളം ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും ഒക്കെയുള്ള ആഫിയത്തും തന്നു. വെള്ളമൊക്കെ ഇഷ്ടമുള്ള പോലെ കുടിച്ചൂടെ? ഇന്ന് രാവിലെ എന്റെ അടുക്കൽ ദ്വാരക്കാൻ വേണ്ടി പറയാമെന്ന സഹോദരങ്ങളിൽ എത്ര പേര് എത്ര രോഗങ്ങളെ കുറിച്ചാ പറഞ്ഞു. ചില ആളുകൾക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ അപകടമാകും, അതുകൊണ്ട് ഡോക്ടർ വെള്ളം കുടിക്കണോന്ന് പറയുന്നു, നോമ്പെടുക്കണോ എന്ന് ചോദിക്കാൻ വന്നു. വേറെ ചില സഹോദരന്മാര് എന്റെ അടുക്കൽ ഇന്ന് വന്നത് വെള്ളം കുടിക്കാൻ പറ്റൂല എന്ന് പറയുന്നു, വെള്ളം കുടിക്കാൻ പറ്റൂല എന്ന് പറയുന്നു. അത് അവരളന്ന് തൂക്കി തരുന്ന അത്ര മാത്രമേ കുടിക്കൂ, അതിൽ കൂടുതൽ കുടിച്ചു പോയാൽ അപകടമാകുമെന്ന് പറഞ്ഞു. ഇതൊക്കെ വെറുതെ ആണോ പ്രിയപ്പെട്ടവർ? നമ്മുടെ കൺമുമ്പിൽ കാണുകയല്ലേ? പ്രിയപ്പെട്ടവരെ, റമദാൻ മാസത്തിൽ മുസ്ലിം സമുദായത്തോട് നിർബന്ധമായും നോമ്പനുഷ്ഠിക്കണമെന്ന് പറയുന്ന പടച്ചവൻ നമുക്ക് നൽകുന്ന ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നാളെ പിറ്റേന്ന് നമുക്ക് മുമ്പിൽ വരാൻ പോകുന്ന പരീക്ഷണം എന്താണെന്ന് നമുക്കറിയാൻ കഴിയോ? അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ മലർത്തി കടത്തി ഐസിയുലാക്കി, അതിനപ്പുറത്ത് വെന്റിലേറ്ററിലാക്കി, കൈയും കാലും ഒക്കെ കൂട്ടിക്കെട്ടി നമ്മുടെ മൂക്കിലൂടെ അല്പാൽപമായി ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അവര് പറയുന്ന സമയത്ത് ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുക, അല്ലേ? ഇന്ന് നമുക്ക് ആവോളം ഭക്ഷിക്കാൻ, ഇന്ന് ആവോളം പാനം ചെയ്യാൻ
കുടിക്കാൻ തിന്നാനൊക്കെ അള്ളാഹു അവസരം തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്. ഈ ആരോഗ്യവും ആഫിയത്തും ഒക്കെ ഉള്ള സമയത്ത് എന്റെ റബ്ബിന് വേണ്ടി ഞാൻ പട്ടിണി ഇരിക്കുക, എന്റെ റബ്ബിന് വേണ്ടി ഞാൻ പട്ടിണി ഇരിക്കുക, എന്റെ റബ്ബ് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ വെള്ളം കുടിക്കാതിരിക്കുക, എന്റെ റബ്ബ് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ വെള്ളം കുടിക്കാതിരിക്കുക. അങ്ങനെ ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പൊരുത്തത്തെ ആശിച്ചുകൊണ്ട് റമദാനിന്റെ പകലിൽ നോമ്പെടുക്കാൻ അവൻ അള്ളാഹു എത്ര വലിയ പ്രതിഫലം കൊടുക്കുന്നത്. നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ ഈ നോമ്പ് വന്ന് നിന്നുകൊണ്ട് ഇവന് വേണ്ടി ശഫാഅത്ത് ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. രണ്ട് ശഫാഅക്കളാണ്, രണ്ട് ശുപാർശകരാണ് സ്വീകരിക്കപ്പെടുന്ന ശഫാഅത്തുകാര്. അതിലൊന്ന് നോമ്പാണ്, മറ്റൊന്ന് ഖുർആനാണ്. റമദാൻ അഥവാ നോമ്പ് അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യന് വേണ്ടി അനുകൂലമായ വാദം നടത്തുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവേ മനഅതുഹു തആമ വശറാബ്, മനഅതുഹു തആമ വശറാബ്, ഇവന് നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടർ തടഞ്ഞതിന്റെ പേരിൽ വെള്ളം കുടിക്കാഞ്ഞതല്ല പടച്ചവനെ. അവന് മാരകമായ രോഗം വന്ന് അങ്ങേയറ്റത്ത് എത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ മന ചെയ്തത് ഡോക്ടറല്ല പടച്ചവനെ, ആരോഗ്യശാസ്ത്രമല്ല പടച്ചവനെ. ഞാനാണ് അവനെ വെള്ളം കുടിക്കുന്നതിൽ നിന്നും തടുത്തു നിർത്തിയത്, ഞാനാണ് അവനെ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും തടുത്തു നിർത്തിയത്. റമദാനിന്റെ പകലിൽ, നല്ല ചൂടുള്ള പകലിൽ, നല്ല ചൂടത്ത് പണിയെടുത്ത് ക്ഷീണിക്കുന്ന ഈ ചെറുപ്പക്കാരൻ അവന്റെ കൂട്ടത്തിൽ പണിയെടുക്കുന്നവരൊക്കെ വെള്ളം കുടിച്ചപ്പോൾ നിന്നെ ഭയന്നുകൊണ്ട് എനിക്ക് വേണ്ടി അഥവാ ഈ നോമ്പിന് വേണ്ടി അവൻ ദാഹം സഹിച്ചവനാണ് പടച്ചവനെ. വൈകുന്നേരം ആവുമ്പോഴേക്കും പാവം തളർന്നു കുത്തി വന്ന് നിസ്കാരപ്പായിൽ കിടന്ന് തളർന്നു പോയവനാണ് പടച്ചവനെ. അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണമേ എന്ന് നോമ്പ് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ ആണോ പ്രിയപ്പെട്ടവരെ? ആ നോമ്പിന്റെ ശുപാർശ സ്വീകരിക്കുകയും നോമ്പുകാരൻ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇതുപോലെ രാത്രി കാലങ്ങളിൽ ക്ഷീണം ബാധിച്ച മേനിയുമായി വീട്ടിലോ മറ്റോ പോയി ഒന്ന് കിടന്നുറങ്ങിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. റമദാൻ അല്ലാത്ത മാസത്തിൽ ഇത്ര ക്ഷീണമൊന്നും ഇല്ലെങ്കിലും ആകെ 4 റക്അത്ത് ഇശാ നിസ്കരിച്ചിട്ട് ഇറങ്ങി ഓടുന്നവനായിരുന്നു. പക്ഷേ 4 റക്അത്ത് ഇശാ നിസ്കരിച്ചിട്ട് അവൻ എത്ര ക്ഷീണമുണ്ടായിട്ടും ഇറങ്ങി ഓടിയില്ല. അവൻ അവിടെ നിന്നുകൊണ്ട് നിസ്കരിച്ചു. നിസ്കാരവും സാധാരണ നിസ്കാരമല്ല, 20-23 റക്അത്ത് നിസ്കരിച്ചു. അതും പരിശുദ്ധ ഖുർആൻ ദീർഘമായ നിലയിൽ കുറഞ്ഞത് ഒരു ജിസുവെങ്കിലും ഓതിക്കേട്ട് അവൻ നിസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് പകൽ സമയത്തുള്ള ഈ അടിമയ്ക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞതുപോലെ രാത്രി സമയത്ത് അവന്റെ അമലുകൾക്ക് അനുകൂല സാക്ഷി പറയാൻ വേണ്ടി തൊട്ടടുത്ത് ഖുർആൻ വരും. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, യാ റബ്ബി, പടച്ചവനെ ക്ഷീണം ബാധിച്ചിട്ട് ന്യായമായ കാരണത്താൽ ഒന്ന് കിടന്നുറങ്ങാൻ ആഗ്രഹിച്ചപ്പോഴും ഉറങ്ങാൻ വിടാതെ ഞാൻ ഇവനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് കൈകെട്ടിയിട്ട് നിസ്കരിപ്പിച്ചു, ഖുർആൻ ഓദിച്ചു. ഞാനാണ് അവന്റെ ഉറക്കത്തെ തടഞ്ഞത്. അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണേ എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ ഇപ്പോഴും എന്റെ ഖൽബ് നിറയുകയും കണ്ണ് നിറയുകയും ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അടിമകളെ നോക്കിയിട്ട് സന്തോഷത്തോടുകൂടി പുഞ്ചിരിക്കുമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില അടിമകളെ നോക്കി അല്ലാഹു തആല സന്തോഷത്തോടുകൂടി പുഞ്ചിരിക്കും. അതിലൊന്ന് പകല് മുഴുവൻ ഒരു വെയിലത്ത് പണിയെടുത്ത് നോമ്പെടുത്ത് ക്ഷീണം ബാധിച്ച് എങ്ങനെങ്കിലും ഒക്കെ നോമ്പൊക്കെ തുറന്നൊന്ന് കിടക്കാന്ന് വിചാരിച്ചപ്പോ സമയമില്ല, ഓടി വന്ന് ഇശാ നിസ്കരിച്ചു. നിസ്കാരത്തിന് ശേഷം തറാവീഹ് നമസ്കാരം പോലെയുള്ള ഖിയാമുൽ ലൈൽ പോലെയുള്ള നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ ക്ഷീണത്തിന്റെ കടുപ്പം കൊണ്ട് ഇങ്ങനെ ഉറങ്ങുന്നില്ലേ ഒരാൾ. ഹദീസിൽ വരുന്നുണ്ട്, ചില ആളുകൾ ഇങ്ങനെ ഉറങ്ങുമല്ലോ, ഉറക്കത്തിൽ ഇങ്ങനെ കൈയായിപ്പോകും, ഇങ്ങനെ ഞെട്ടിട്ടോ ഞെട്ടും. ഈ ഞെട്ടല് കണ്ടിട്ട് ചിലപ്പോ നമ്മളൊക്കെ ചിരിക്കാറില്ലേ, കുറച്ചോ നമ്മുടെ റബ്ബ്, നമ്മുടെ രക്ഷിതാവ് അവനെ കണ്ടിട്ട് പുഞ്ചിരി തൂകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സഹിക്കുന്ന വിശപ്പൊന്നും പാഴാവൂല, നമ്മൾ സഹിക്കുന്ന ദാഹം ഒന്നും പാഴാവുകയില്ല, നമ്മൾ ഉറക്കമൊഴിഞ്ഞാൽ അതൊന്നും പാഴാവുകയില്ല, നമ്മൾ നിന്ന് നിസ്കരിച്ചാൽ അതൊന്നും പാഴാവുകയില്ല. പക്ഷേ ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സമയം വരാൻ പോകുന്നുണ്ട്. ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സമയം വരാൻ പോകുന്നുണ്ട്. സ്ട്രോക്ക് ആയിട്ട് കിടക്കുന്ന ചില സഹോദരങ്ങളെ സന്ദർശിക്കാൻ പോകുമ്പോൾ അവര് അവർക്ക് പറച്ചിൽ വരുന്നില്ല, വാക്ക് വരുന്നില്ല, വർത്താനം വരുന്നില്ല. നോമ്പാണ്, നിസ്കരിക്കണം, അങ്ങോട്ട് വരണം, അത് കേൾക്കണം, ഇത് കേൾക്കണം, ഒക്കെ ആശയുണ്ട്. പക്ഷെ എണീക്കാൻ കഴിയുന്നില്ല. എണീച്ചപ്പോൾ ഒരു വശം തളർന്നിരിക്കുന്നു, എണീച്ചപ്പോൾ ചിലപ്പം 2 വശവും തളർന്നിരിക്കുന്നു. പടച്ചവനെ, നമുക്കിന്ന് അല്ലാഹു ആരോഗ്യം തന്നല്ലോ, അൽഹംദുലില്ലാ, ആഫിയത്ത് തന്നല്ലോ. ഏത് സമയത്താണ് നമ്മളും ഈ പറയുന്ന ഗണത്തിൽ പെട്ടുപോകാൻ എങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാനിന്റെ പകലിൽ കൃത്യമായി നോമ്പനുഷ്ഠിക്കണം. ആരോഗ്യമുള്ള ആഫിയത്തുള്ള എല്ലാ മുസ്ലിം സഹോദരന്മാരും നിർബന്ധമായും നോമ്പനുഷ്ഠിക്കണം. നോമ്പിൽ ഒരളവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം.
റമദാനിന്റെ പകലിലും രാത്രിയിലും ഫറളായ നിസ്കാരങ്ങൾ, സുന്നത്തായ നിസ്കാരങ്ങൾ, ഇബാദത്തുകൾ കൃത്യമായി അനുഷ്ഠിക്കുന്നതിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. വീഴ്ച വരരുത്, കുറവ് വരരുത്, നഷ്ടം സംഭവിക്കരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റമദാനിൽ അതിന്റെ പഥ്യത്തെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങൾ ശ്രദ്ധാകുലരായിരിക്കണം. നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തതൊന്നും പറയരുത്, കേൾക്കാൻ പാടില്ലാത്തതൊന്നും കേൾക്കരുത്, കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തതൊന്നും കാണരുത്. കുറച്ചു കാലത്തേക്കല്ലേ ഒക്കെ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. കുറച്ചു കാലത്തേക്ക് ഈ പഥ്യം സ്വീകരിച്ചാൽ, ഈ പഥ്യം പാലിച്ചാൽ നമ്മൾ ആരോഗ്യവാന്മാരാകും. ആത്മീയമായ ആരോഗ്യം നമുക്ക് കിട്ടും, ആഫിയത്ത് നമുക്ക് കിട്ടും. ബാക്കിയുള്ള മാസങ്ങളിൽ സുഖമായി നമുക്ക് ജീവിക്കാനും മരിക്കുമ്പോൾ സുഖമായി മരിക്കാനും കഴിയും. അതൊരു വലിയ കാര്യമാണ്, അത് ചെറിയ കാര്യമല്ല. ബാക്കിയുള്ള മാസങ്ങളിൽ ജീവിക്കുന്നെങ്കിൽ സുഖമായി ജീവിക്കുവാനും, അഥവാ നമ്മൾ മരിക്കുന്നെങ്കിൽ സുഖമായി മരിക്കാനും കഴിയും. അള്ളാഹു എനിക്കും നിങ്ങൾക്ക് നമ്മുടെ ജീവിതം സുഖകരമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. അവസാനം നമ്മുടെ മരണം അള്ളാഹു ഈമാനോടുകൂടി ആക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അടിമകളോടൊപ്പം അള്ളാഹു നമ്മളെയും ചേർത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്കൊക്കെ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കടങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ സമുദായത്തിന് അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂല സാക്ഷിയായി തീരുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗവാസികളുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മളൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.